കൊണ്ടൊന്നും വെയ്യമ്മ. ഈ കണ്ട പാത്രമൊക്കെ ഞാൻ മോറണ്ടേ. ഇന്നെ കൊണ്ടൊന്നും വെയ്യ. ഉമ്മ അവളെ കൊണ്ട് വിളിച്ചോളി. ആദ്യം ഏതായാലും വന്നില്ലേ, അവള് ചെയ്തോളും. ആ കാര്യം ഇപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കില് വീട്ടുപണി എടുക്കുന്ന കാര്യത്തിലുണ്ടല്ലോ, ആദ്യം മിടുക്കത്തിയാണ്. അന്നെക്കാട്ടി എല്ലാ കാര്യവും അടക്കും ചിട്ടയിലും ഓള് നല്ല ഇതിലെടുക്കും. അന്നെ പോലെ ഒന്നല്ല. ഇജ് പോത്ത് പോലെ വളർന്നുണ്ടെങ്കിൽ എനിക്ക് ഇപ്പോൾ ഒരു കുന്തുണ്ടാക്കാനും അറിയില്ല. ഇമ്മ നിങ്ങൾ അങ്ങനെ കൂടുതൽ കണ്ടം മാറണ്ടട്ടാ. ഈടായിട്ടേ അല്ലെങ്കിൽ അതിനോട് കുറച്ച് വാത്സല്യം കൂടുണ്ട്. അത് ഞാൻ അറിയാഞ്ഞിട്ടൊന്നുമല്ല. ഇല്ലാന്നു ഇവിടുന്ന് ആദ്യം 2 ദിവസം പോയപ്പോഴേ അടുക്കളയിൽ ഇങ്ങനെ പണിയെടുത്തപ്പോ എന്തേന്ന് പറച്ചില്. ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ എല്ലാ പണി ചെയ്യും എന്നുള്ളത്. അപ്പൊ അവള് വന്നപ്പോഴും കണ്ടം മാറണ വർത്താനം പറയണ്ട നിങ്ങള്. വേണ്ടട്ടമ്മ, ആദ്യം ഉണ്ടാവില്ല നിങ്ങക്ക്, ഞാനുണ്ടാവുള്ളൂ. അത് നിങ്ങൾ മറക്കണ്ട. ഇന്റെ കുട്ടിക്ക് അല്ലെങ്കിലേ കുശുമ്പിന്റെ കാര്യത്തില് കുറച്ച് കൂടുതലാണല്ലോ റീനുവിനെക്കാട്ടി. കുശുമ്പൊന്നല്ല, എന്തൊരു അഹങ്കാരം അവളിങ്ങോട്ട് വന്നപ്പോൾ അവൾക്ക്. ആ പണ്ടത്തെ ആദ്യമല്ല ഇപ്പൊ. 2 ദിവസം കൊണ്ട് അവൾ എന്ത് മാറ്റം സംഭവിച്ചത്. വീട്ടിൽ നിന്ന് നല്ല മോട്ടിവേഷൻ കൊടുത്തിട്ടുണ്ടാവും. നാത്തിനോട് അമ്മായിമാനോടേ കിടന്നുങ്ങാണ്ട് അടി ഉണ്ടാക്കിക്കൊണ്ടിന്ന് പറഞ്ഞിട്ട്. അതന്നെ തോന്നുന്നു ഓള് ഇവിടെ വന്നുകാണ്ടേ എന്താ ഉഷാറുള്ളത്. സംഭവിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിടത്തോളം ഓളെ സ്വഭാവം ഇപ്പൊ നമ്മൾ ഈ കാണുന്നതാണ്. കുറച്ചൊക്കെ നമ്മളെ മുന്നിൽ അടങ്ങി ഒതുങ്ങി നടക്കുക തോന്നുന്നു. എല്ലാപ്പോ നമ്മളിപ്പോ എന്താ പറയല്, ഇപ്പൊ കണ്ടില്ലേ എന്താ സംഭവിച്ചെന്നുള്ളത്. ഇത് ഉമ്മാനോട് പ്രത്യേകം പറയണേ. ഉമ്മാനോട് ഈ പാത്രം ഒന്ന് മുറിക്കമേ വന്നിട്ട് വായ. ആദ്യം ഈ പോക്ക് പോവാണെങ്കിലേ ഞാൻ അപ്പോഴത്തെ കാലത്തൊന്നും നിന്റെ കെട്ടിയാൻ്റെ വരെയൊക്കെ പോകില്ല തോന്നുന്നു. അല്ലെങ്കിലൊക്കെ അവിടേക്ക് പോകാനൊന്നും ഇഷ്ടമില്ല. അന്നേ ഞാൻ ഉമ്മാനോട് പറഞ്ഞതാണ് ആ കോന്തനൊക്കെ കെട്ടിക്കണ്ടെന്ന്. ഒരു മന്തപ്പാണ് അത്. നമ്മൾ അഫ്സലിന്റെ അത്ര പോലും ചൊടിയില്ല. ഒക്കെ ശരിയായിക്കോളൂടി. ഒക്കെ ശരിയായിക്കോളും. ഏത് കാലത്ത് ശരിയാവാനാണ്. ഇവിടെ അഫ്സലും ആദ്യം നല്ലപോലെ ജീവിക്കുന്നത് കാണുമ്പോഴേ എനിക്കും സത്യം പറഞ്ഞാൽ അസൂയാവുകയാണ്. അവിടെ എൻ്റെ കോന്തനക്കും വെറും ഓഫീസ് വീട് ദേഷ്യം വരും ഇടക്ക്. മോറ് പാത്രം അങ്ങനെ ഇപ്പം ഞാൻ ഓളെ പെട്ടെന്നൊന്നും അടുക്കളയ്ക്ക് കയറ്റണില്ല. ഓൾക്ക് ഈ അടുക്കളാധികാരം കൂടിയിട്ടാണ് ഈ പനിയും എല്ലാവരും ഓളിങ്ങനെ കയ്യിലെടുക്കണത്. ഇജുമേ നോക്ക്. ഇപ്പൊ പള്ളിക്കൊന്ന് വരുമ്പോഴത്തേന് ചോറും കൂട്ടാനൊക്കെ ആവണം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇങ്ങനെ പുറത്തുങ്ങാട് നിൽക്കും. വെക്കജല്ലേ നോക്ക്. ഇമ്മ ഇങ്ങളിങ്ങോട്ട് നിൽക്കി, ബാക്കി പണിയൊക്കെ ഇനി ഞാൻ ചെയ്തോണ്ട്. ഓ വന്നു തമ്പുരാട്ടി, മഹറൊക്കെ എടുത്തിട്ടുണ്ടല്ല. വേണ്ട, എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കുന്ന വിഷേ ഇനിക്ക് തിന്നാൻ വയ്യ. ഞങ്ങൾക്ക് ആർക്കും വേണ്ട എൻ്റെ ആ വിഷം. അല്ലെങ്കിൽ എനിക്ക് എന്ത് വെച്ചുണ്ടാക്കി തിന്നാൻ അറിയാനാണ്? ഒന്നും അറിയില്ലല്ലോ. സ്വന്തം പെരയിലേ ഇമ്മ വെച്ചുണ്ടാക്കണതേ കാല് നീട്ടി തിന്നിട്ടല്ലേ ശീലമുള്ളൂ. ഇജിപ്പോ തൽക്കാലേ ഇജുണ്ടാക്കണ വിഷം ഞങ്ങൾക്ക് വേണ്ട. ഇജ് ആ വിഷം ഉണ്ടാക്കാൻ എൻ്റെ അടുക്കളയ്ക്ക് കയറും വേണ്ട. എൻ്റെ അടുക്കളമേലും എൻ്റെ പാത്രത്തുമേലും അധികാരം കാട്ടാനേ ആരിപ്പോ വരണ്ട. എല്ലാം ഉള്ളൊരു വെച്ചുണ്ടാക്കി തരലെത്തി വന്നിക്കണം. അതുമ്മ പറഞ്ഞത് ശരിയാണ്. ചോറുണ്ടാക്കാൻ പറഞ്ഞാലേ കഞ്ഞി ഉണ്ടാക്കുന്ന ടൈപ്പാണ് ഇവളൊരു പാചകക്കാരി വന്നിക്കണേ. എന്താ പറിച്ചില്ല ഇമ്മ ഞാൻ ചെയ്തോളാന്ന്. ഇജ് അങ്ങനെ പോടെ സോപ്പ് ഇടണ്ടട്ടാ. ഇമ്മാക്കറിയതൊക്കെ ചെയ്യാന്. എന്ത് വർത്താനമ്മങ്ങൾ ഈ പറഞ്ഞത്. നിങ്ങൾക്ക് ഞാൻ ഇത്രയും കാലം വിഷമാണ് ഉണ്ടാക്കി തന്നത്. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇങ്ങനെ ജീവിച്ചിരിക്കണില്ലേ? ഞാൻ വിഷമാണ് ഉണ്ടാക്കി തന്നിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോ മരിച്ചു പോയില്ല. ഇമ്മങ്ങളിങ്ങനെ തമാശ പറയല്ലേ. ഒന്നല്ലെങ്കിൽ പ്രായത്തിനനുസരിച്ച് തമാശ വേണ്ട പറയാനേ. പിന്നെ ഈ എന്താ പറഞ്ഞത്, ഞാൻ ചോറുണ്ടാക്കിയാല് കഞ്ഞിയായി മാറുന്നോ? ഞാൻ ചോറുണ്ടാക്കിയ കഞ്ഞിയായി മാറുന്നത് ഞാൻ ഉണ്ടാക്കിയാലല്ല, അത് ഈ ഉണ്ടാക്കിയാലാണ്. ഓ എന്തൊരു തമാശയാണ് എൻ്റെ ചെറിയേ. ഇജ് ഉമ്മാതിരി തമാശ അടിക്കരുത് കേട്ടോ. എനിക്കെന്നെ കേട്ടിട്ടേ ചിരി അടക്കാൻ വയ്യ. പിന്നെ ഇപ്പൊ അമ്മായിമാൻ്റെ നാത്തൂൻ്റെ മുന്നിൽ നിന്ന് എങ്ങനെ ചിരിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചിരി അടക്കി പിടിച്ചിക്കണത്. എടി 2 ആഴ്ച മുന്നേ ഞാൻ ഉണ്ടാക്കിയതന്നെയല്ലേ ഈ വെട്ടി വീങ്ങി തിന്നീന്നത്. 2 ദിവസമല്ലേ ഞാൻ എൻ്റെ വീട്ടിൽ പോയത്. അതുവരെ നിങ്ങൾ 2 ആളും ഞാൻ ഉണ്ടാക്കിയത് തന്നെയല്ലേ തിന്നീന്നത്. അത് തിന്നിട്ടിപ്പേ അനക്കോ ഇമ്മാക്കോ ഇപ്പാക്കോ ആർക്കും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതേ നല്ലോ രസമുണ്ട് എന്നുള്ളതേ ഇൻ്റെ റീനും പറച്ചിലുണ്ട്, ഇൻ്റെ ഇക്കും പറച്ചിലുണ്ട്. നിങ്ങൾക്ക് 2 ആൾക്കും ഇഷ്ടപ്പെടാത്തതേ ഇൻ്റെ കുറ്റാണോ? ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കണമെങ്കിൽ ഉണ്ടാക്കണ്ട.
എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ റൂമിൽ പോയിരുന്നുണ്ട്. പിന്നെ ഞാൻ റൂമിൽ പോയിരുന്നിട്ട് 24 മണിക്കൂർ റൂമിലാണ്, 24 മണിക്കൂർ ഫോണിലാണ് കളിക്കണത്. അങ്ങനത്തെ പരാതി കേട്ടേ ഇമ്മി മോളും വരാഞ്ഞാ മതി. എന്താ പറ്റുമോ? ശരിയാ, ഇമ്മാട്ടിട്ട് പോന്ന ഓള് എന്തോ ചെയ്യ അടുക്കളയിൽ കാട്ടിക്കോട്ടെ. ഓള് പറഞ്ഞിരുന്ന എനിക്ക് മറുപടി പറയാൻ നിശ്ചയില്ലാഞ്ഞിട്ടല്ല, വെറുതെ ഞാൻ എൻ്റെ തൊള്ളനാവും വിളക്കെടുത്തണ്ടാച്ചിട്ടാ. മാട്ടിട്ട് പോരെ, എന്താച്ച ഇവിടെ കാട്ടിക്കോട്ടെ. പോയാ എൻ്റെ പൊന്നോ, ഈ രണ്ടെണ്ണത്തിനും കൂടി ഞാൻ മരക്കി എടുക്കണമെന്നുണ്ടെങ്കിലേ കുറച്ച് പാട് വിടല്ലോ. ഇമ്മ കുഴപ്പമില്ല, ഉമ്മാനെ പിന്നെ എങ്ങനെയെങ്കിലും നോക്കിയെടുക്കാം. ആ സാധനത്തിനോട് ഞാൻ എങ്ങനെ നല്ല പോലെ നിൽക്കാനാ? എൻ്റെ മൂത്തമ്മ മൂത്താപ്പ, ഞാൻ എന്താ ഇറ്റങ്ങളുടെ ഇടയിൽ കാട്ടലാണാവും. നിങ്ങൾക്ക് രണ്ടാൾക്ക് അവിടെ ഇരുന്നങ്ങാണ്ട് ഉപദേശിച്ചങ്ങാണ്ട് ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതി. ഈ ഭൂതങ്ങളിടയിൽ ഞാൻ ജീവിച്ച് പോണ്ടേ? എന്താ അടുക്കളൊക്കെ പാത്രങ്ങളും കൊണ്ട് നിരങ്ങിയിരിക്കണ്. ഇത് ഭയങ്കര വൃത്തി ഭയങ്കര പണിയാണെന്നാ പറച്ചില്. ഡയലോഗിനൊന്നും ഒരു കുറവില്ല എൻ്റെ നാത്തൂൻക്കും എൻ്റെ അമ്മായിമാക്കും. ഇണ്ട് കെട്ടിയത് വരെ വന്നിട്ടില്ലേ? ഇത് ഇനി ഏത് ടൈമിലാണോ വരവ്? ഇത് വരട്ടെ, കാണിച്ചു കൊടുക്കാം. എന്തേന്നാ വിളിക്കുമ്പോളാ ഡയലോഗ് എന്നറിയാം. ഇപ്പം എത്ര നേരം ഞാൻ ഈ റൂമിൽ ഒറ്റയ്ക്ക് ഇരിക്കണോ? പിന്നെ അവളെ കൊണ്ട് കണ്ടില്ലല്ലോ. അവൾക്ക് നടിച്ചോക്കട്ടെ. ആദ്യത്തെ പോയിട്ട് വിളിച്ചില്ലല്ലോ, ഒന്ന് വിളിച്ചോക്കട്ടെ. 100 ആയുസാണ്. ഹലോ ആദില അഫ്സൽ. നല്ല അനിയത്തിയാട്ടാ, രാവിലെ കണ്ടിട്ട് പറഞ്ഞയച്ചാണ്ടേ ഇമ്മി മോൾ ഇന്നെ മറന്നില്ലേ? നല്ല ആൾക്കാരാണ്. എടി കുതിര, ഞാൻ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കേന്ന്, അപ്പോഴാണ് ഈ ഇങ്ങോട്ട് വിളിച്ചത്. ഇമ്മനോട് പറഞ്ഞിട്ടുള്ളൂ ഈ ഇത്താക്കൊന്ന് വിളിച്ചു നോക്കുക എന്നുള്ളത്. ഒരു ഉടായ്പ വർത്താനാണത്. ഞാൻ വിളിക്കാൻ നിൽക്കായിരുന്നു എന്നുള്ളത്, അപ്പോഴങ്ങോട്ട് വിളിച്ചത് എന്നുള്ളത്. ആ ഉടായ്പാണ്ട് നിർത്തിക്കാൾട്ടാവുക. അല്ല ഉമ്മ ഇവിടെ? ഉമ്മ അടുക്കളയുണ്ട്. അല്ല എന്താ അടുത്ത അവസ്ഥ? അന്ന് രാവിലെ പോയപ്പോ മുതൽക്ക് ഷെറീനാനി ഉമ്മാനി ഒതുക്കിയാ? ഇവിടെ എന്ത് പാട്? ഇവിടെ അതേപോലെ തന്നെ ഉണ്ട്, ഒരു മാറ്റമില്ല മോളെ. പക്ഷെ ഇമ്മ അങ്ങോട്ട് കുറച്ച് കുറഞ്ഞിക്കണോന്ന് ചോദിച്ചാല് അങ്ങനെ കുറഞ്ഞിട്ടൊന്നുമില്ല, ഒക്കെ കണക്ക് തന്നെയാണ്. ഷെറി അങ്ങനെ തന്നെ. ഷെറിനെ ഞാൻ അവളെ കെട്ടിച്ച വീട്ടിലേക്ക് പറഞ്ഞേക്കും, ഉടനെ തന്നെ അവളെ ഇവിടെ നിർത്തിയാൽ ശരിയാവില്ല. അവളോട് നിന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഞാനും അഫ്സലാക്കിയേ ചിലപ്പോൾ രണ്ടായി ജീവിക്കേണ്ടി വരും. മിക്കവാറും അങ്ങനെ തന്നെ സംഭവിക്കുന്ന തോന്നുന്നത്. ഈ അങ്ങോട്ട് ഒതുക്കാതെ ഒക്കെ ശരിയാവും, ക്ഷമിച്ച് നിൽക്ക്, എല്ലാം ശരിയാവും. പതുക്കെ ഒക്കെ അങ്ങോട്ട് ശരിയാക്കി എടുത്താൽ മതി. എടി, ഞാൻ തമാശ പറയില്ല, കാര്യം പറയാണ്. ഇന്ന് തന്നെ വന്ന പാടന്നെ എന്തൊക്കെയാ പറഞ്ഞെന്നറിയോ? പിന്നെ ഞാനായിട്ട് കുറേയൊക്കെ ക്ഷമിച്ച് നിന്ന്. ഇയാന്നുണ്ടെങ്കിലേ ഷെറീനാൻ്റെ മോന്തൊക്കെ എപ്പോൾ അടിച്ചെന്ന് വെച്ചാൽ മതി. ഇതാദ്യം എൻ്റെ ഈ മാഞ്ഞാള വർത്താനം ഉണ്ടല്ലോ, അതാണ് എനിക്ക് പറ്റാത്തത്. എല്ലാന്നും എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും പറയും ഇത് അധികകാലം മുന്നോട്ട് പോകില്ല എന്നുള്ളത്. എൻ്റെ മനസ്സൊന്നും ആദ്യം എടുത്തൊന്ന് ഒഴിവാക്ക്. ഒന്നുമല്ലെങ്കിൽ അന്നെ പൊന്നു പോലെ സ്നേഹിക്കണം നല്ലൊരു ഭർത്താവിനെ കിട്ടിയില്ലേ? ഇതിന് വലിയൊരു ഭാഗ്യം എന്താ വേണ്ടത്? ഈ സൂപ്പറല്ലാതെ ഈയൊക്കെ അവരെ കൈക്കലാക്കി എടുക്കുന്നുള്ളത് എനിക്ക് നല്ലോണം അറിയാലോ. ഇതൊക്കെ ഞങ്ങളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ഡയലോഗ് അടിയല്ലേ, എൻ്റെ ഓരോ ഉടായ്പിലെ വർത്താനം. എത്ര കാലം വരെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന എനിക്കൊരു ഉറപ്പില്ല മോളെ. എന്തായാലും നോക്കട്ടെ. എന്നാ ശരി, ഞാൻ മക കൊടുക്കണ? വേണ്ട, മക കൊടുക്കണ്ട. മക ഞാൻ വൈകിട്ട് വിളിച്ചോണ്ട് ഉമ്മാനോട് പറയേ കുഴപ്പമൊന്നുമില്ല, ഇവിടെ സുഖാണ് എന്നുള്ളത്. ഉമ്മായി ചെറിയൊക്കെ ആദ്യത്തെ പോലെയല്ല എന്ന് പറയും. ആ കാര്യം ഞാൻ ഏറ്റു. അത് ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഇമ്മ ഈ പോയപ്പോൾ തുടത്തിയതാണ്. എൻ്റെ കുട്ടിൻ്റെ പാടെന്താണാവോ അവിടെ, എൻ്റെ കുട്ടിൻ്റെ പാടെന്താണാവോ അവിടെ, എൻ്റെ കുട്ടിൻ്റെ പാടെന്താണാവോ അവിടെ ഇങ്ങനെ നിൽക്കുന്നത്. എന്നാ ശരി. എന്നാ ശരി. ആദ്യം ഈ ഇങ്ങനെ ഇവിടെ സുഖിച്ചുങ്ങാണ്ടേ ഫോണുമോ കളിച്ചിരുന്നോ? കറി ഉണ്ടല്ലോ, ഉപ്പ് കഴിച്ചിട്ട് തൊള്ളേക്ക് വെക്കാൻ വയ്യ. ഈ എന്താ ഉപ്പും പാത്രം മൊത്തമായിട്ട് കൊട്ടിയിരിക്കണ്? കറിയിൽ ഉപ്പ് കൂടെ? ഞാൻ എല്ലാ പാകത്തിനാണല്ലോ ചെറിയ ഇട്ടിക്കണത്, പിന്നെ എങ്ങനെ കറിയിൽ ഉപ്പ് കൂടല്? അതന്നെ ആദ്യം, എന്താ കറിയിലുള്ള ഉപ്പും മുളകും പുളിയും ഒക്കെ കൂട്ടിയിട്ടിക്കണ്?
ഇപ്പം ഇവള് എനിക്ക് കൊടുന്ന് കാണിച്ചു തന്നപ്പോഴാണ് തൊള്ളിലേക്ക് ഇങ്ങോട്ട് വെക്കാൻ വെച്ച ഉപ്പ് കഴിച്ചിട്ടാണെങ്കിലും എരും പുളിയും ഒക്കെ. എന്താ എന്റെ കഥ? ഇജ്ജ് ഞങ്ങളെല്ലാരും കൂടി കൊല്ലാൻ തന്നെ തീരുമാനിച്ചിക്കണ. ഓള് നല്ലപോലെ ചെയ്തിക്കണ പോലും. കണ്ടിലും മങ്ങളും മരുവോളം വർത്താന ഇതന്നെ ഇവളത്. ഇപ്പൊ വരുമ്പോഴായിക്കാരം നല്ല രസം ഉണ്ടാവില്ല കേട്ടാ. കറിയിൽ ഉപ്പ് കൂടാന് ഞാൻ എല്ലാം പാകത്തിനാണ് ഇട്ടിക്കണത്. ആ ഇപ്പാക്ക് 2 അറ്റാക്ക് കഴിഞ്ഞാന്നുള്ള ബോധം എനിക്ക് വേണട്ടാ. അതിന് കൂടുതൽ എരും പുളിയോ മെഴുക്കൊന്നും പറ്റൂല എന്നുള്ള. എന്താപ്പത്? മര്യാദ വന്നുകൊണ്ട് ഇപ്പൊ പള്ളിക്കന്ന് വരും. വേഗം മാറ്റി വേറെ കറി ഉണ്ടാക്കാൻ നോക്ക്. ഇമ്മ കാര്യം പറയണമ്മ. നല്ലൊരു പുതുമ. എന്തേന്ന് ആ അടുക്കളേക്ക് വരവ്? ഞാൻ ഉണ്ടാക്കിക്കോളാം, അമ്മ ഇനി ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് വന്നീന്നല്ല. ഇപ്പൊ എന്താ നല്ലപോലെ ഉണ്ടാക്കാൻ നിശ്ചയില്ലേ? ഇപ്പൊ വരുമ്പോ അറിയാം. ഇല്ലാന്ന് വന്നിങ്ങോട്ട് കേറിയിട്ടില്ല. അപ്പൊ അതിനും സർക്കാർക്ക് വിളിച്ചുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ പറയാനായോള്. കറിയിൽ ഉപ്പും മുളകും കൊണ്ട് കൂട്ടിയിട്ടിക്കണ്. മേണ്ടാക്ക് വന്നിട്ട്. ഇമ്മ ഉണ്ടാക്കണ്ട, ഞാൻ തന്നെ ഉണ്ടായിക്കൊണ്ട് ഇപ്പൊ പള്ളിക്കൊന്ന് വരുമ്പോത്തിന്. ഉണ്ടാക്കിക്കോളാന്നല്ല, മേഘം വന്നിങ്ങോട്ട് ഉണ്ടാക്ക്. ഇങ്ങനെ ആടിപ്പാഞ്ഞ് അടുക്കളയ്ക്ക് വരുമ്പോത്തിന് ആ തന്ത ഇങ്ങോട്ട് തിന്നാൻ വരും. അതിന് നേരത്തിന് ഗുളികയും മരുന്നും കുടിക്കണതാണ്. അപ്പൊ അതിന് നല്ലോണം വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കണം. അന്റെ മാഞ്ഞാളത്തിന് ഇവിടെ നിക്കാൻ പറ്റൂല. അങ്ങോട്ട് വന്നോട് മേലെ അനങ്ങിയിട്ട് ഇവിടെ പോവാറ് ശരിയാ. ഡി എവിടക്ക ഈ പോണ്? ഈ അവിടെ നിക്ക്, ഈ പോവല്ലേ. കന്നോടേ ഒരു സംഭവം കാണിച്ചു തരാണ്ട്. എൻ്റെ ഫോണിലേ ഞാൻ എടുത്തതായിരുന്നു. എന്തോ ഒരു ബുദ്ധിക്ക് ഫോൺ ഞാനേ ഡൈനിങ് ഹാളിൽ വെച്ചിരുന്നു. അത് എടുക്കാൻ പോയപ്പോഴാണ് അടുക്കളയെ നോക്കിയപ്പോഴേ ഒരു പമ്മി പൂച്ച ഒരു സംഭവം ചെയ്യണ്. കാണ്. ഇതെന്താ? അത് ശരിയാ. എന്തേ ഈ വീഡിയോ ഞാനേ ഇമ്മാക്ക് കാണിച്ചു കൊടുത്തിട്ട് കാര്യമില്ല. ഇമ്മാക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മ പറയും അത് അവൾക്കൊരു കയ്യബദ്ധം പറ്റിയതാണ്, ഈ വേറെ കറി ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ ഇമ്മയും മോളും കൂടി ഒത്തിട്ട് തന്നെ ഈ പണി ചെയ്താണെന്ന് പറയാൻ പറ്റൂല. കാരണം സാധനങ്ങൾ നാസാക്കാന്ന് വെച്ചാല് അത് എനിക്കൊക്കെ ഭയങ്കര ഇടങ്ങറാണ്. കാരണം ഈ ഇല്ലാത്തടത്തു നിന്ന് വളർന്നതാണ് ഞാൻ. കാരണം എന്തൊരു സാധനം ആയിട്ടുണ്ടെങ്കിലും അളന്നും മുറിച്ചും ഉണ്ടാക്കിയിട്ട് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച് തന്നിട്ടുള്ളത്. ആ സ്ഥാനത്ത് ഈയാണ് ഞാൻ ഉണ്ടാക്കി വെച്ച കറിയില് ഉപ്പും മുളകും പുളിയൊക്കെ എന്തോ ഒരു ഇതിലെ പിഴിഞ്ഞു പാറിന്. ഇത് ഞാൻ എൻ്റെ അഫ്സൽക്കാക്ക് എന്നെ കാണിച്ചു കൊടുക്കും. ആദ്യം അറിയാതെ പറ്റിപ്പോയതാടി. ഇത് ആർക്കും കാണിക്കല്ലേ. ഞാൻ ഇനി ചെയ്യൂല. ഞാൻ തന്നെ വേറെ കറി ഉണ്ടാക്കിക്കോളാം. ദയവ് ചെയ്തിട്ട് മോളെ ഇത് ഈ കാണിക്കല്ല ആർക്കും. അല്ലോ എന്തൊരു പാവ ഈ കാണിക്കല്ലേന്നോ പറ്റിപ്പോയിന്നോ? എങ്ങനെയാണ് ഇത് പറ്റല്? ഇതിന് പറ്റല് എന്നല്ല പറയല്, ഇത് സ്വയം അറിഞ്ഞുകൂട്ടി ചെയ്യാന്നാ പറച്ചില്. പറ്റിപ്പോയി പോലും. ഇത് ഞാൻ കാണിക്കും മോളെ. ഞാൻ ഒന്ന് ചോദിച്ചു നോക്കട്ടെ, സ്വന്തം ഭർത്താവിൻ്റെ പേരെ പോയി നിന്നൂടടി? എന്തിനും ഇവിടെ ഇങ്ങനെ വലിഞ്ഞു തൂങ്ങി നിൽക്കണത്? എൻ്റെ വീട് ഇപ്പം അതാണ്. എൻ്റെ ഉമ്മയും മൂത്താപ്പിയും മൂത്തമ്മൊക്കെ പറഞ്ഞു നിൽക്കണത് ഭർത്താവിൻ്റെ വീടാണ് സ്വന്തം വീട്. അല്ലെങ്കിലും അതങ്ങനെ തന്നെയല്ലേ. പെൺകുട്ടികൾക്ക് ജനിച്ച വീട്ടിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ഭർത്താവിൻ്റെ വീട് തന്നെ ഞമ്മക്ക്. ഈ ഇന്നിവിടെ നിന്ന് തച്ചാടിയിട്ട് എനിക്ക് എന്തിനാ? അല്ല ഞാൻ അറിയാൻ പാടിയാഞ്ഞിട്ട് ചോദിച്ചാ. ഇനി അവിടുത്തെ നാത്തൂനെ ആരെങ്കിലും എൻ്റെ അഫ്സലിനെ കൊണ്ട് കെട്ടിക്കാനുള്ള വല്ല പ്ലാനിങ് ഉണ്ടാ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അല്ല അന്നെ വിശ്വസിക്കാനും പറ്റൂലേ. എൻ്റെ സ്വഭാവം വെച്ച് നോക്കാന്നുണ്ടെങ്കിൽ ചിലപ്പോ അതും ഉണ്ടാവും. മോളെ ഈ ഫോണുമൊക്കെ വല്ലാതെ ഈ നോക്കണ്ട. ഇത് ഞാൻ റീനുവിന് ഫോർവേഡ് ചെയ്തിക്കണ്. എൻ്റെ അനിയത്തി അവക്കും ഞാൻ ഫോർവേഡ് ചെയ്തിക്കണേ. എന്ത് വിചാരിച്ച ഞാൻ പൊട്ടത്തിയാണോ? ആടി ഞാൻ പൊട്ടത്തിയാന്ന് വിചാരിച്ചിരുന്ന ഈ? ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ കറി ഇതൊക്കെ ഉണ്ടാക്കിയതെന്ന് അറിയോ? എന്നിട്ട് അതിൽ പോയിട്ടുള്ള ഉപ്പും പുളിയൊക്കെ വാരിയിട്ടിക്കണ്. എന്നിട്ട് ഇന്നോട് വന്നിട്ട് പറയാ എന്തോ ഒരു ഉപ്പാണ് എന്തോ ഒരു പുളിയാണെന്നൊന്നും അറിയാത്ത പോലെ. ഇപ്പൊ വരുന്നതിന് മുന്നേ അവിടെ നല്ല പോലെ ഞാൻ ഉണ്ടാക്കിയ പോലെ തന്നെ കറി അവിടെ ഉണ്ടാക്കി വെച്ചോ? എല്ലാന്ന് ഈ എന്താ കുട്ടികളിയാന്ന് വിചാരിച്ചിരുന്നതൊക്കെ? ഈ എന്താ കരുതിയത്? ഈ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും മിണ്ടാൻ പോയിച്ചാൻ്റെ മരുക അങ്ങനെ കരഞ്ഞു നിൽക്കുന്ന.
നിക്കാതെ ഇജ്ജ് പറഞ്ഞ് എങ്ങണ്ട കേറിപ്പോണത്. സംഭവം ശരിയാണ്, ഞാനാണ് കറിയിൽ ഇതൊക്കെ ഇട്ടത്. അത് ഞാൻ സമ്മതിക്കുന്നുണ്ട്. കാരണം തെളിവ് എൻ്റെ ഫോണിലുണ്ടല്ലോ. പിന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇന്റെ വരെ നിന്റെ ഭർത്താവിൻ്റെ വരെയൊക്കെ പോവാൻ പറയാനേ ഈ ആരാണ്? ഈ ഇവിടെ കയറി വന്ന മരുമോളല്ലേ? അല്ലാതെ ഇവിടുത്തെ ആരുമില്ലല്ലോ. അത് വലിഞ്ഞു കയറി വന്നത്. അത് രണ്ടാം കെട്ടുകാരി അല്ലേ? ഫസ്റ്റ് കെട്ടൊന്നല്ലല്ല, രണ്ടാം കെട്ടുകാരിയല്ലേ? അതേടി, ഞാൻ രണ്ടാം കെട്ടുകാരി തന്നെയാണ്. അതിന് എനിക്കെന്താ പ്രശ്നം? ഞാൻ രണ്ടാം കെട്ടുകാരിയാണ്. ആദ്യത്തെ കല്യാണത്തിൽ എനിക്കൊരു കുഞ്ഞുണ്ടായിരുന്നു, അത് അബോർഷനായി. ആ ഭർത്താവിന്റെ പീഡനം കാരണം അത് അബോർഷനായി പോയി. ഇപ്പൊ ഇതാ എൻ്റെ അഫ്സലിക്കാന്റെ കുഞ്ഞിന് ഞാൻ ചിലപ്പോൾ പ്രസവിച്ചിന്ന് വരും, പ്രസവിച്ചില്ലാന്ന് വരും. അതൊക്കെ ഇന്റെ ഇഷ്ടം. അതിന് അനക്കെന്താടി പ്രശ്നം? ഈ ഇങ്ങനെ രണ്ടാം കെട്ടിന്റെ പേര് മനകൊണ്ട് കുറെ കാലമായാലും എൻ്റെ നെഞ്ഞത്ത് കയറാൻ തുടങ്ങിയിട്ട്. അതിന് അനക്കെന്താ പ്രശ്നം? എന്താടി എൻ്റെ തൊള്ളയിൽ ഇപ്പൊ നാവില്ലേ? വലിയ ഡയലോഗ് അടിച്ചിരുന്നല്ല രണ്ടാം കെട്ട്. എൻ്റെ അഫ്സലിക്കാക്ക് ഞാൻ രണ്ടാം കെട്ടുകാരി അടിച്ചിട്ട് യാതൊരു പ്രശ്നമില്ല. പിന്നെ അനക്കെന്താടി പ്രശ്നം? ഇക്കും തന്നെ എൻ്റെ അഫ്സലിന്റെ കൂടെ ജീവിക്കണമെന്ന് യാതൊരു കുഴപ്പമില്ല. സർവ്വസാധാരണയാണ് നാട്ടിൽ രണ്ടാം കെട്ടും മൂന്നാം കെട്ടും ഒക്കെ. അല്ലെങ്കിൽ എൻ്റെ അഫ്സലിനോട് ഞാൻ പറഞ്ഞിരുന്നു എന്റെ പിന്നാലെ എങ്ങനെ വരാന്. ഓള് ഉമ്മി മോളും കുറെ കാലം ഞാൻ അന്ന് തൊട്ടിയതാണ് രണ്ടാം കെട്ടുകാരി വലിഞ്ഞു കയറി വന്നെന്നുള്ളത്. സ്വന്തം ആങ്ങളുടെ കയ്യിൽ നിന്ന് അടി പോലെ കിട്ടിയില്ലടി. ഇന്നാ ഇവിടുന്ന് പോയ പിറ്റേന്ന് എന്നിട്ട് ഒരു ഉളുപ്പില്ലാതെ ഇവിടെ നിൽക്കണില്ലേ? കുറച്ചെങ്കിലും ശരീരത്തിൽ തൊലിക്കട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഇന്നെ എൻ്റെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോകും, ഇവിടെ നിൽക്കൂല. അല്ലെങ്കിൽ എന്നെ പോയിപ്പിക്കൊക്കെ അറിയാം. ഞാൻ ഈ വീഡിയോ ഇപ്പാകെ തന്നെ കാണിച്ചു കൊടുക്കും. എനിക്ക് ആരും പേടിയില്ല. ഇവിടുത്തെ ഉപ്പാനെ നല്ല പേടിയാന്ന് എനിക്ക് നല്ല അറിയാം. അല്ലോ, എന്തൊരു പാവം, എന്തൊരു സാധു. അന്നെ പോലത്തെ ഒരു പാവം സാധു ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മരിയൊക്കെ പോയാൽ കറി ഉണ്ടാക്കടി. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ഞാൻ കാണിക്കും. രാത്രിയാവും ഞാൻ കാണിക്കല്. ഇപ്പൊ വന്നാല് അഫ്സലിക്ക വന്നാല് എല്ലാവരും മുന്നിൽ ഈ നാണം കെടും. കാണിക്കുന്ന് പറഞ്ഞാൽ കാണിക്കും. ഈ ആദ്യം പറഞ്ഞതുപോലെ ചെയ്യും. ഞാൻ ചെയ്തോളാം. ആദ്യം ഈ പറഞ്ഞത് എന്ത് ഞാൻ ചെയ്തോളാം. ഈ ദയവ് ചെയ്തിട്ട് ഇത് കാണിക്കല്ലേ. പ്രത്യേകിച്ച് അഫ്സലിക്കാക്കും ഉപ്പാക്കും കാണിക്കല്ലടി. വേഗം ചെല്ലാൻ നോക്ക്. ഞാൻ ഉണ്ടായിക്കോളാം. മോശം. എല്ലാം ആളെ ദേഷ്യം പിടിപ്പിക്കലുണ്ട്. ഏത് ടൈമിലാണോ എനിക്ക് ഡൈനിങ്ങൾക്ക് ഈ ഫോൺ എടുക്കാൻ പോകാൻ തോന്നുന്നത്. എന്റെ ബദിരീങ്ങളെ ആ തന്തപ്പം ഇങ്ങോട്ട് കേറി വരുമല്ലോ. എന്താ ഞാൻ അതിനോട് പറച്ചില്? എന്ത് ദുരുമത്തരം ചെയ്യണതിനൊരു കണക്കില്ല ഈ പെൺകുട്ടി. ശരി ഒന്ന് രണ്ട് ചൊടിപ്പിക്കാൻ പറയണ്ടിച്ചിട്ട് ഇങ്ങനെയാണ് ചെയ്യല്. ഞാൻ എന്തോ ഒരു ദേഷ്യത്തിന് വിഷല്ലേ കലക്കി തരണെന്നും പറഞ്ഞും പോയി. അതിന് ഇങ്ങനെയാണ് ഈ പെൺകുട്ടി ചെയ്യല്. വല്ലാത്തൊരിടങ്ങറ്. മൂപ്പരാളിപ്പം ഇങ്ങോട്ട് കേറി വരുമല്ലോ. പേരെ തല കുത്തനാക്കുപ്പോ. ഞാനിപ്പോ എങ്ങനെ കറി ഉണ്ടാക്കല്? ശരിക്കൊരു ചായ വരെ ഉണ്ടാക്കാൻ അറിയില്ല. അവിടെ എന്നുണ്ടെങ്കിൽ അമ്മായിമാരെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടും പണിക്കാരെ കൊണ്ട് എടുപ്പിച്ചിട്ടും അടുക്കളയിൽ കയറാഞ്ഞിട്ട് അത് അവളുണ്ടാക്കണ പോലെ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പടച്ചോന് ഏത് നേരത്താണ് ഈ ബുദ്ധി തോന്നിയത് അതിൽ ഉപ്പും മുളകും വാരിടാൻ. അവളാണിത് എപ്പോഴും വന്നിട്ട് ഷൂട്ടും ചെയ്തത്. തലക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട്. ഓൻ്റെ മുടിയെ ഒന്ന് ഒതുങ്ങിയിരിക്ക്. ഇത് എപ്പോഴും കഴിഞ്ഞടി കണ്ടാണ്. അതെ, ഇമ്മാനോടാണെങ്കിൽ പറയാനും പറ്റൂല. കാര്യം എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉമ്മാക്ക് സാധനങ്ങളൊക്കെ നാസാക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങറാണ്. എന്തായാലും ചൂലും പട്ടോണ്ട് അടിക്കുന്നു. എൻ്റെ ഒരു വിധി. ഇനി കുറച്ച് കാലത്തിന് അതിനോട് നല്ല സ്നേഹത്തിൽ നിന്നേ പറ്റുള്ളൂ. ഇല്ലയെന്നുണ്ടെങ്കിൽ അവൾ എനിക്ക് പണി തരും. എന്ത് സ്ട്രോങ് ആ പെണ്ണ്. കാണിച്ച് തരുന്നുണ്ടടി എനിക്ക്. ഞാൻ ഈ ശരീരം അങ്ങനെ തോറ്റിന്ന് വിചാരിക്കണ്ട. അങ്ങനെ തോൽക്കാൻ മനസ്സിലാത്തൊരു പെണ്ണാണ് ഞാൻ. കാണിച്ചു തരാം എനിക്ക്. ഞാൻ
ഈ വീഡിയോ എന്തായാലും എൻ്റെ ഒരു തുറപ്പിച്ചിട്ടാണ്. എന്നെ ഈ വീഡിയോ കാണിച്ചിട്ട് തന്നെ നിലക്ക് നിർത്തക്കറിയാം. അടച്ചോനെ, ഒരു ധൈര്യത്തിൽ പൊട്ടിത്തെറിച്ച് പോയതാണ്. ലാസ്റ്റ് ഇതെല്ലാം കൂടി എൻ്റെ നെഞ്ഞത്തേക്ക് വരല്ലേ. ചെറിയനാണ് അവളെ ജയത്തിന് വേണ്ടിയിട്ട് ചിലപ്പോ മറ്റുള്ളവരെ കൊല്ലാനും മടിക്കാത്ത സ്വഭാവമാണ്. ഇവരൊക്കെ ഇടയിൽ നല്ലപോലെ പിടിച്ചു നിൽക്കാനുള്ള ധൈര്യം തരണം അതാ.